കഴിഞ്ഞ ഏകദേശം 48 വർഷമായിട്ട് ആയുർവേദ ചികിത്സാ രംഗത്തുള്ള ഒരു വ്യക്തിയാണ്. ആയുർവേദ ചികിത്സാ രംഗം എന്ന് പറഞ്ഞാൽ ജയസാറിനൊക്കെ അറിയാം. നമ്മുടെ ലീഡർ നിങ്ങളുടെയൊക്കെ നാട്ടുകാരനാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു ഫാർമസി, ഒരു പഞ്ചകർമ്മ സെൻ്ററൊക്കെ ഉള്ളൊരു വീടായിരുന്നു. ഏകദേശം 150-160 വർഷങ്ങളോളം പാരമ്പര്യമുള്ള ഒരു ആയുർവേദ കുടുംബത്തിലുള്ള അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയുർവേദ മരുന്നിനോട് എനിക്ക് ഒരുപാട് പ്രതിപത്തിയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ രക്തം ശരിക്കും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗ്യം പോലെ ഈ അവർഷ ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ഹെൽത്ത് പ്രൊമോട്ടർ ആവാനൊരു ചാൻസ് എനിക്ക് കിട്ടിയത്. ഈ കമ്പനി എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞു അത് മദ്രാസിലാണ് രജിസ്റ്റർ ചെയ്തത്, 4 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ആയുർവേദം കേരളത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. ഏത് സിസ്റ്റം എത്രയൊക്കെ വളർന്നാലും ഇപ്പം നമുക്കറിയാം അലോപ്പതി, നമുക്ക് ബേബി മെമ്മോറിയൽ എൻ്റെ അടുത്താണ് ഞാൻ കുറേ ദിവസം വാടകയ്ക്ക് താമസിക്കും. അതുകൊണ്ട് എനിക്ക് ആ ഹോസ്പിറ്റലിൽ അവിടെയുള്ള കുറച്ച് ഡോക്ടർമാരായിട്ട് ബന്ധമുണ്ട്. ഏകദേശം 120ഓളം ഡോക്ടർമാർ യൂണിറ്റ് തന്നെ ഇവിടെ ആയിട്ട് ബന്ധമുണ്ട് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാമെന്നുള്ളത് എത്ര സയൻസ് വളർന്നാലും സയൻസ് വളരുന്നതിനനുസരിച്ച് മാത്രം ആ ഒരു മേഖല, ചികിത്സാ മേഖല വളരുന്നുണ്ട്. പക്ഷെ ആയുർവേദം അങ്ങനെയല്ല. ആയുർവേദത്തിന് ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് അത് ഉണ്ടാക്കി വെച്ചൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് കുറച്ച് കാലികമായ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് പോകുന്ന സിസ്റ്റം ആയുർവേദം. അതുകൊണ്ട് തന്നെ അതിന് ഫണ്ടമെൻ്റ് അടിസ്ഥാനപരമായിട്ട് അതിന് എന്നും ഒരു രീതിയുണ്ട്. ആ രീതി അവർ അനുവർത്തിച്ച് വരികയും ചെയ്യും. അത് നമുക്ക് ലോകത്ത് ഇന്ന് പല ഭാഗങ്ങളിലും നമുക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ പ്രസക്തി ഓരോ ദിവസവും കൂടുന്നുണ്ട്. ഇപ്പം നമ്മളെ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഫെർണാണ്ടസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ശരിക്കും നമ്മുടെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്. അവർ നിശ്ചയിച്ചൊരു കാര്യം, ഇത് കേരളം വിട്ടിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ട് പുറത്തു പോവുക, അല്ലെങ്കിൽ ആയുർവേദത്തിന് പുറം രാജ്യങ്ങളിൽ ഒരു മഹാത്മ ഉണ്ടാക്കി കൊടുക്കുക, ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയ സമയത്ത് ഏത് തരത്തിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ നമുക്കറിയാം ഇന്ന് എല്ലാ ബിസിനസ്സിലും മത്സരമാണ്. എല്ലാ ബിസിനസ്, ഏത് ബിസിനസ് നിങ്ങളെടുത്ത് എല്ലാം മത്സരമാണ്. ഇന്ന് പ്രോഡക്റ്റുകൾ തമ്മിലുള്ള മത്സരം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങളുള്ള സമയത്ത് യുണീക്കായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടായെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ഫലപ്രദമാക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്തൊരു തീരുമാനം വെച്ചാൽ ഇത് ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊരു മേഖലയിലോട്ട് മാറ്റി. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ബിപിൻ സാർ പറയും എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള കാര്യം. ഇന്ന് ഒരുപക്ഷെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കോടിക്കണക്കിന് രൂപ GST അടക്കമുള്ള വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ശരിക്കും ഡയറക്റ്റ് സെല്ലിംഗ്. ഇന്ത്യ ഗവൺമെൻറ്, നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ തന്നെ വ്യവസ്ഥാപിതമായ മാർക്കറ്റിംഗ് അതിനൊരു രീതി ഉണ്ടാക്കി, ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാക്കി. കഴിഞ്ഞ ഫെബ്രുവരി 2025 ഫെബ്രുവരി 19 ആയിരുന്നു അതിൻ്റെ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനവും ആയി. അപ്പോൾ ആ രീതിയിൽ വ്യവസ്ഥാപിതമായിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അപ്പോൾ നമ്മളും കമ്പനിയുടെ മാനേജർ നിശ്ചയിച്ച് നമ്മളും ആ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ട്. നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ നമ്മുടെ ആ ഒരു റിസർച്ചിൽ നമുക്ക് മനസ്സിലായ കാര്യം, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിത ശൈലിക്ക് അനുസരിച്ചുള്ള രോഗങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം നടത്തിയിരിപ്പുണ്ട്. അദ്ദേഹം രാവിലെ എനിക്ക് തോന്നുന്നു 8-9 മണിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി കഴിഞ്ഞാൽ രാത്രി 8-9 മണി വരെ ആ ഇരിപ്പാണ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഞാൻ ഓടിയെന്ന് വരും. പക്ഷേ ആ ഇരിക്കുന്ന രീതി കൊണ്ട് അദ്ദേഹത്തിന് എന്തെല്ലാം അസുഖം ഉണ്ടാകും. ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലേ, ടീച്ചേഴ്സ്, ഏത് പ്രൊഫഷൻ നിങ്ങളെടുത്തോ ആ പ്രൊഫഷനനുസരിച്ച് അയാൾക്കൊരു അസുഖം. ബാങ്കിൽ, എൻ്റെ വൈഫ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് 2 അസുഖം ഏറ്റവും പ്രശ്നം. ഒന്ന് BP, 2 പൈൽസ്. നിങ്ങൾ ഏത് ബാങ്ക് ഉദ്യോഗസ്ഥരെ എടുത്തോ ഇത് രണ്ടും ഇല്ലാത്തൊരു കുറവായി. സാറ് ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞു. സാറിന് ഏറ്റവും കൂടുതൽ ടെൻഷനായിരിക്കും. കാര്യം സാറിൻ്റെ ബിസിനസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ടെൻഷനായിരിക്കും ഓരോ ദിവസം. ഇങ്ങനെ എല്ലാവർക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അസുഖങ്ങളാണ്. അപ്പോൾ നമ്മൾ നിശ്ചയിച്ചത് അവിടെയാണ്. എവിടെയാണോ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാതിരിക്കുന്നുവെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സാറിന് ആയുർവേദത്തിൽ പറയാറുണ്ട്, ഉഷ്ണേന ശാന്തിയില്ല. ഉഷ്ണത്തിന് അല്ലെങ്കിൽ ചൂടുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു വര നമ്മൾ ഇട്ടാൽ ആ വര ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനേക്കാൾ വലിയൊരു വര അപ്പുറത്ത് വരയ്ക്കണം അല്ലേ? അതേപോലെ കഴിക്കുന്ന ആഹാരങ്ങളാണ്.
നമ്മൾ ഇരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ജീവിതശൈലിയിലൂടെ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാരം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ, അതേപോലെ വെള്ളം, എല്ലാത്തിനും അപ്പുറം നമ്മൾ മത്സ്യമായാലും മാംസമായാലും പച്ചക്കറികളായാലും എല്ലാം വിഷലിപ്തമാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ കരളിലും നമ്മുടെ കുടലിലും നമ്മുടെ രക്തത്തിലും ഒക്കെ അലിഞ്ഞു ചേർന്ന് ആ വിഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിക്ക് മാറ്റം വരുത്തി നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അത്തരം വിഷയങ്ങളിലോട്ട് എങ്ങനെ നമുക്ക് രക്തശുദ്ധി ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അതിലോട്ട് മാറ്റം വരുത്താൻ ചിന്തിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ, നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് ശരിക്കും ആഹാരം തന്നെയാണ് ഔഷധം. നമ്മൾ നേരത്തെ കേട്ടു അല്ലേ, ആ ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാം ബെറി ഫ്രൂട്ട്സ്, അതിൽ നമ്മൾ ഗൂസ്ബെറി, നമ്മൾ നെല്ലിക്ക അടക്കം, ക്രാൻബെറി ആയാലും സ്ട്രോബെറി ആയാലും ബ്ലാക്ക്ബെറി ആയാലും ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത്. അതിലേക്ക് ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത്, മലയാളം പറഞ്ഞാൽ അത്തിപ്പഴവും അല്ലേ, ഒക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഇതിനൊക്കെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഔഷധ വീര്യമുണ്ട്. ഇപ്പം നെല്ലിക്ക, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ വീടുകളിൽ നമ്മളെ ബന്ധുക്കൾക്കെങ്കിലും നെല്ലിക്ക ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഏറ്റവും വലിയ ആൻറ്റി ഡയബറ്റിക്കാണ്. അതേപോലെ ഏറ്റവും വലിയ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ട്രൈഗ്ലിസൈഡ് കുറയ്ക്കാൻ നല്ലതാണ് നെല്ലിക്ക. ഏറ്റവും വലിയ ആൻറ്റി അലർജിക്കാണ് നെല്ലിക്ക. ആലോചിച്ചോക്കാം. അപ്പം നെല്ലിക്കയുടെ ഗുണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെറി ഫ്രൂട്ട്സ് മുഴുവൻ ആസ്മാറ്റിക്, ആൻറ്റി ആസ്മാറ്റിക്, അങ്ങനെ നെല്ലിക്കയ്ക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഇതേപോലെ നിസ്സാരം നമ്മൾ പറയുന്ന പേരയ്ക്ക നമ്മൾ സാറിന് കൊച്ചുകുട്ടിയെ കൊടുക്കാറില്ല. നമ്മൾ പറയുന്നൊരു കാര്യം എന്ത് സാറേ, കൊച്ചുകുട്ടിയൊക്കെ നമ്മൾ കൊടുക്കാറില്ല. നമുക്ക് പറയും അത് വിരയിളകും എന്നാ. വസ്തുതയല്ല, അത് വിലയെ പുറന്തള്ളാനുള്ള കഴിവുള്ളതാണ് പേരയ്ക്ക. അതിൽ അപ്പുറത്ത് മറ്റൊരു ഗുണമുണ്ട്, വായനാറ്റം മാറ്റാൻ പേരയ്ക്ക് കഴിയും. ഡയബറ്റീസ് ഉള്ള ഒരു പേരയുടെ ഇല ഇട്ട് വെള്ളം ഇട്ട് കുടിക്കാറുണ്ട് അല്ലേ. ആ പേര അതിനും ഗുണമാണ്. നോക്കണം, പേരയ്ക്ക മോണ പഴുപ്പ് എന്ന് പറഞ്ഞ അസുഖം, ജിഞ്ചുവൈറ്റിസ്, അതിൻ്റെ മരുന്നാ പേരയ്ക്ക. അപ്പോൾ ആ പേരയ്ക്ക നമ്മൾ ഉപയോഗപ്പെടുത്തി. ഇതേപോലെ നമുക്ക് ഓറഞ്ച്, നമുക്കറിയാം കൊച്ചുകുട്ടികൾക്കൊക്കെ മലബന്ധം ഉണ്ടാവാതിരിക്കാൻ നമ്മളൊക്കെ ഓറഞ്ച് നീര് കൊടുക്കും. അതിലുപരി അതിന് വൈറ്റമിൻ സി കൂടുതലുണ്ട്. അങ്ങനെ നോക്കിയാൽ ഓറഞ്ചിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നിസ്സാരം നമ്മളൊക്കെ പറയേണ്ട റംബൂട്ടാൻ, ഒരു ദിവസം ഒരാൾ 1.5 കിലോ റംബൂട്ടാൻ കഴിച്ചു കഴിഞ്ഞാൽ 10 ml ബ്ലഡ് ഉണ്ടാക്കാൻ പറ്റുന്ന RBC. പക്ഷെ നമുക്ക് 1.5 കിലോ റംബൂട്ടാൻ ദിവസം കഴിക്കാൻ പറ്റില്ല. മാത്രമല്ല അതുകൊണ്ട് വേറെ ചില ദോഷങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ ആനുപാതികമായി നമ്മുടെ റംബൂട്ടാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. നിസ്സാരം നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്, കറ്റാർവാഴ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സമചതുരത്തിൽ ദിവസവും കറ്റാർവാഴ കഴിച്ചാൽ 8 ദിവസം കഴിച്ചാൽ ഒരാളുടെ ഇൻസുലിൻ ഒഴിവാക്കാവുന്ന അത്രയ്ക്ക് എഫക്റ്റീവാണ് ഡയബറ്റിക്കിന്. പക്ഷെ അതേ കറ്റാർവാഴ നമ്മൾ 10 or 15 ദിവസം തുടർച്ചയായി കഴിച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ലൈംഗികശേഷി നഷ്ടപ്പെടും. സ്ത്രീക്കാണെങ്കിൽ മറ്റു ചില ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ നമുക്ക് കറ്റാർവാഴ അങ്ങനെ കഴിക്കാൻ പറ്റും? പക്ഷെ നമ്മളിവിടെ എങ്ങനെയാണോ അതിൻ്റെ പ്രൊപ്പോർഷൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കറ്റാർവാഴ. മാത്രമല്ല കറ്റാർവാഴയ്ക്ക് ദൂത് കുമാരി എന്ന് ഹിന്ദിയിൽ പറയാറുണ്ട്. കുമാരിമാർക്കുണ്ടാവുന്ന എല്ലാത്തരം അസുഖങ്ങൾക്കും മരുന്ന കറ്റാർവാഴ. ഇഞ്ചി, നമ്മൾ ചുക്കെന്ന് പറയാറുണ്ട്. ഇഞ്ചി, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയും. ആ ചുക്കിന് നിസ്സാരം പെണ്ണുങ്ങളെ സംബന്ധിച്ച് മെൻസസിൻ്റെ സമയത്ത് വയറുവേദന ഉണ്ടാവും, ഡിസ്മെനോറിയ. അതിൻ്റെ ഏറ്റവും നല്ല മരുന്നാണ്. എൻ്റെ സഹോദരന്മാരെ എഴുതി ഓർമ്മിച്ച് വെച്ചോ. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ മെൻസസ് ആകുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ അന്നോ പിറ്റന്നോ ഒക്കെ വേദന ഉണ്ടെങ്കിൽ ഒരു 3 or 4 നമ്മൾ ചിപ്സിനെ അരിയും പോലെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, വേവിക്കുക. ആ വെന്ത വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ വേദന മാറും. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും വേദന വരാം. പക്ഷെ ഇവിടെ നമ്മളതിനെ പ്രൊപ്പോർഷനായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ ഏകദേശം കുറേ ഫ്രൂട്ട്സ്, നെല്ലിക്കയും പേരയ്ക്കയും മാങ്ങയും പപ്പായയും മൊസമ്പിയും ആപ്പിളും ഓറഞ്ചും അടക്കം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ നമ്മൾ ഒരു മരുന്ന് പോലെ നമ്മൾ ആക്കുകയാണ്. അതിന് നമ്മൾ കുറച്ചധികം ചേർത്തു. ഒന്ന് കുറുക്കുമിൻ തന്നെ മഞ്ഞൾ. നമ്മൾ സാറിന് അറിയാം, നമ്മൾ ചോറ് നല്ല വെന്ത ചോറ് എടുത്തിട്ട് നമ്മൾ ബ്ലൈഡ് കൊണ്ട് പതുക്കെ കട്ട് ചെയ്ത് അങ്ങനെ അകത്ത് വീണ്ടും നമ്മൾ കാമ്പെന്ന് പറയും, ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. അതേപോലെ മഞ്ഞയ്ക്കകത്തൊരു കാമ്പുണ്ട്, അതാണ് യഥാർത്ഥ കുർക്കുമിൻ. ആ കുർക്കുമിൻ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഇവിടെയും പലയിടത്തും കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്യാൻസറിന് കൊടുക്കുന്നൊരു പൗഡറാണ്. പണ്ട് ടെറാമൈസിൻ എന്നൊരു ക്യാപ്സൂൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. ആ ക്യാപ്സൂളിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ മരപ്പൊടിയായി. പക്ഷെ ആദ്യം വന്നത് ശരിക്കും കുർക്കുമിൻ പൗഡറാണ്, മഞ്ഞപ്പൊടിയാണ്. പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ നിങ്ങൾ പോയി തിരക്കി അറിയാൻ മുറിവ് വെച്ച് കേട്ടാൽ ഈ മഞ്ഞൾ അവർ ഉപയോഗിച്ചു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മഞ്ഞൾ ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക്കാണ്, ആൻറ്റി ഡയബറ്റിക്കാണ്, അനാൽജസിക്കാണ്, വേദന സംഹാരിയാണ്, അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, നീർവീക്കം കുറയാൻ ഏറ്റവും നല്ല സാധനമാണ് മഞ്ഞൾ.
എല്ലാത്തിനും അപ്പുറം ആൻറ്റി ക്യാൻസറസാണ്. അപ്പോൾ അത്രയും എഫക്റ്റാണ് മഞ്ഞ. ആ മഞ്ഞ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ അശ്വഗന്ധയിലെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതുപോലെ മഞ്ഞയ്ക്ക് വേറെ ഗുണമുണ്ട്. എക്കോസ്പിരിൻ കഴിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പതിവിലും കൂടുതൽ നിങ്ങൾ മഞ്ഞൾ കഴിക്കാൻ തുടങ്ങിയാൽ എക്കോസ്പിരിൻ്റെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ എക്കോസ്പിരിൻ 150 75 ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ ആ ആൾ മഞ്ഞൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞളിനൊരു ഗുണമുള്ളത് ശരിക്കും കുർക്കുമിൻ്റെ ഗുണം ബ്ലഡിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഡെൻസിറ്റി കുറയ്ക്കുകയാണ് എക്കോസ്പിരിൻ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ മഞ്ഞൾ അതിനും ഗുണമാണ്. കാർഡിയാക് പേഷ്യൻസിനും മഞ്ഞ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോക്കും മഞ്ഞയുടെ ഗുണം. ഇതേപോലെ മറ്റൊന്നുകൂടി നമ്മൾ ചേർക്കുന്ന അശ്വഗന്ധ, അമുക്കുരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമുക്കുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു വാജീകരണ ഔഷധമാണ്. കുതിരശക്തി ഉണ്ടാക്കുക, അത് ആണായാലും പെണ്ണായാലും. പക്ഷേ അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ ആൻറ്റി ക്യാൻസറസാണ്. ക്യാൻസർസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്, ബിനൈനും മാലിഗ്നൻ്റ്. ബിനൈൻ എന്ന് പറയുമ്പോൾ അപകടകാരി അല്ലാത്തത്, മാലിഗ്നൻ്റ് ആണെങ്കിൽ നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന തരത്തിൽ ആ ഒരു നമുക്കെന്തോ ബുദ്ധിമുട്ടുണ്ടാകുക. ഇതൊരു ശരിക്കും ക്യാൻസറാണ്, ഇതൊരു സ്കിൻ ക്യാൻസറാണ്, പക്ഷേ ഇത് ബിനൈനാണ്. ഇപ്പം നമ്മൾ അശ്വഗന്ധ ഞാൻ കഴിച്ചു തുടങ്ങിയ ശേഷമാണ് ഇത് ചെറുതാണ്. മറ്റു വലിയൊരു കാര്യം ഇത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ 4 ചുറ്റും ഇത് വേലി കെട്ടാൻ തുടങ്ങും. ഈ വേലി അതിങ്ങനെ ചുരുക്കി കൊണ്ടുവരും. അശ്വഗന്ധയുടെ ഗുണം അതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അത് മാക്സിമം ചുരുക്കി റീജനറേറ്റ് ചെയ്യും, സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അശ്വഗന്ധ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഓച്ചിമ്രായി എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഡ്രിങ്കാണ് നമ്മുടെ ഏറ്റവും ഇതതിൻ്റെ പ്രത്യേകം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളായിട്ടാണ്. ഇതൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ ശരിക്കും ഓക്സിഡേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വസ്തുവാണിത്. സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ കഴിവുള്ളതായി. ഇത് ദിവസം രാവിലെ 15 ml 1000-ന് മുമ്പ്, അതുപോലെ രാത്രി 1000-ന് മുമ്പ് 15 ml നമ്മൾ 150 ഗ്രാം വെള്ളം ചേർത്ത് കഴിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് പുറന്തള്ളാൻ, നമ്മുടെ നീര് കുറയ്ക്കാൻ, നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, ഫംഗസ് ഇൻഫെക്ഷൻ, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് അസുഖം നിങ്ങൾക്ക് സങ്കല്പിക്കുമോ ഏകദേശം 100ഓളം അസുഖം ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട്, പുരുഷനെ സംബന്ധിച്ചിട്ട്, ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്ത് അസുഖം നിങ്ങൾ സങ്കല്പിച്ചോ അതിനൊരു മരുന്നിലുണ്ടാവും. പക്ഷെ മരുന്നല്ല, ഇതൊന്നും മരുന്നല്ല. നിങ്ങളൊക്കെ ഞാനും ഒക്കെ ദിവസവും കഴിക്കുന്ന മുന്തിരിയും ആപ്പിളും ഓറഞ്ചും പപ്പയ്ക്കന്നല്ലേ ഇവിടെ പറയും, പപ്പളൊക്കെ അല്ലേ, പപ്പായ അടക്കും. പപ്പായ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമോ? ഡെങ്കു പനി വരാതെ നോക്കാൻ കഴിവുള്ള സാധനം. നമ്മളെ പനി വരുന്നവർക്ക് പറയും കൗണ്ട് കുറഞ്ഞു പോയി എന്ന് പറയാറുണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ആ കൗണ്ട് കുറഞ്ഞാൽ കൗണ്ട് കൂട്ടാൻ കഴിവുള്ള സാധനം പപ്പയ്ക്ക്. ആലോചിച്ചോക്ക്, ജോയിൻറ്റിസിന് വരുന്ന പല്ല് മഞ്ഞ നിറത്തിലായ തരത്തിലുള്ള ജോയിൻറ്റിസ് കുറയ്ക്കാൻ പറ്റുന്ന പപ്പയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഏകദേശം നിങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന 100ഓളം അസുഖങ്ങൾ വരാതെ നോക്കാൻ വന്നാൽ, ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ്, ഞാൻ ഗ്യാരണ്ടി തരാമെന്ന് 200 രൂപ പത്രം വാങ്ങിച്ചാൽ ഞാൻ എഴുതി തന്നിട്ട് പോകും. നിങ്ങൾ ആ ഇൻസുലിൻ എടുക്കുന്ന കൂട്ടത്തിൽ ഇത് കഴിക്കുക, ഒരു നിശ്ചിത അളവിൽ ഇത് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻസുലിൻ്റെ അളവ് കുറച്ച് തുടങ്ങാൻ പറ്റും. ആ ക്രമേണ വീണ്ടും ആ ഇൻസുലിനെ ഒഴിവാക്കി, മരുന്നേ ഒഴിവാക്കി നിങ്ങൾക്ക് ഇത് മാത്രമാക്കി ഒരു 4-5 മാസം കഴിയുമ്പോൾ ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്ത് ഡയബറ്റീസ് കൺട്രോൾ ആക്കി കൊണ്ടുപോകാൻ പറ്റും. മാറ്റുക അല്ല, കൺട്രോൾ. ഒരിക്കലും ഡയബറ്റീസും വെരിക്കോസ് വെയിനും ഒന്നുമായി മാറ്റാൻ പറ്റില്ല, പക്ഷെ അത് നമ്മൾ കൺട്രോൾ ചെയ്യും. ഇത് വെരിക്കോസ് അൾസറിനല്ല, അതും ഞാൻ എഴുതിത്തരാൻ നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ. മുറിച്ച് കളയണം എന്ന് പറഞ്ഞ കാലുണ്ടെങ്കിൽ ആ കാല് ചികിത്സിച്ച് ഭേദപ്പെടുത്തി തരാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും പേരെ മുമ്പ് വെച്ചാൽ ഞാൻ പറയും, ഇത് മാത്രം മതി, അത്ര എഫക്റ്റീവാണ്. കാര്യം കുർക്കുമിൻ്റെ ഗുണം ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക്കാണ്, അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഏകദേശം 200ഓളം അസുഖങ്ങൾ വരാതിരിക്കാനും വന്നാൽ അതിനെ നമുക്ക് ഒഴിവാക്കി എടുക്കാനും പറ്റുന്ന സാധനം നമ്മുടെ ഓച്ചിമ്രായി. അതാണ് നമ്മളെ കമ്പനി ആദ്യം ഇറക്കിയ ഒരു പ്രോഡക്റ്റ്. രണ്ടാമത് നമ്മൾ ഇറക്കി ഇതേ അശ്വഗന്ധയും ഇതേ ബെറി ഫ്രൂട്ട്സും ഒക്കെ ചേർന്ന് തന്നെയാണ്. പക്ഷെ അതിനൊരു അല്പം ഇൻഗ്രീഡിയൻസ് അധികം ഉണ്ട്. ഒന്ന് നിലപ്പന. നിങ്ങളെല്ലാം മുസലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? മുസലി പവർ എക്സ്ട്രാ പരസ്യം കേട്ടിട്ടുണ്ടാവും. നിലപ്പന എന്ന് പറഞ്ഞ മുസലി, ആ മുസലി ചേരുന്നുണ്ട്. ബാക്കിലുണ്ടോ സാർ? ഓക്കെ, അത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ആ നിലപ്പന അതിന് ചേരുന്നുണ്ട്, മുസലി ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സെക്ഷൽ പവർ അത് ബൂസ്റ്റ് ചെയ്യും. 7 കൗണ്ട് കൂട്ടാൻ, ഇറക്റ്റൈൽ പവർ ഉണ്ടാക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് അത് ഏറ്റവും നല്ല മോട്ടിലിറ്റി പവർ കൂട്ടാനൊക്കെ അത് മാത്രമല്ല അതിലുള്ളത് ഏറ്റവും വലിയ തേന, 50% തേന. നമുക്കറിയാം തേൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ആൻറ്റിബയോട്ടിക് ആണ്. എല്ലാ വിധത്തിലുള്ള വൈറ്റമിൻസും ഉള്ളതാണ്. അപ്പോൾ തേനുണ്ട്. അതേപോലെ ഡേറ്റ്സ്, ഈത്തപ്പഴം. ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകത യുവ എന്നാണ് അതിനെ പറയുന്നത്. യുവത്വം എന്നും ചെറുപ്പം നിലനിർത്താൻ പര്യാപ്തമായ ഒരു സാധനമാണ് ഈത്തപ്പഴം. അപ്പോൾ ഈത്തപ്പഴം ചേരുന്നുണ്ട്. അതുകൊണ്ട് തേനും ഈത്തപ്പഴവും ബെറി ഫ്രൂട്ട്സും
അശ്വഗന്ധയും ഈ പറഞ്ഞ നിലപ്പനയും ഗ്രേപ്സും ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ അത് നമ്മളൊരു വാജീകരണ ആവശ്യമാണ്. നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ കാലുകൾ ഒന്ന് കൂട്ടാൻ വേണ്ടി നമുക്ക് റെഡറ്റ ഉപയോഗിക്കാം. റെഡറ്റ നല്ല മധുരമാണ്, തേനുള്ളതുകൊണ്ട്. പക്ഷേ വാച്ചമറായി എങ്ങനെയാണോ റെഡറ്റ മധുരം അതുപോലെ ഇത് പുളിപ്പുക. കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഓറഞ്ച് അടക്കമുള്ള ബെറി ഫ്രൂട്ട്സ്, പുളിയുള്ള രസങ്ങൾ, അസെറ്റിക് ഫ്രൂട്ട്സാണ്. അപ്പോൾ അത് വാച്ചമറായി റെഡറ്റ. അതേപോലെ നമുക്ക് ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഒരു ക്യാപ്സൂളാണ് എക്സ്വിഗോ. ഉണ്ടോ സാറേ? എക്സ്വിഗോയുടെ പ്രത്യേകത ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിലുള്ളത്. പക്ഷേ മുമ്പ് ഞങ്ങൾക്ക് ലേഹ്യമായിരുന്നു. ഇവിടെ ഇരിക്കണേ കണ്ടു സാറേ, അവിടെ ഉണ്ടായിരുന്നു. ഇതാ ലേഹ്യമായിരുന്നു. പക്ഷെ ഇത് ഒരാളിനെ സംബന്ധിച്ച് പുരുഷനായാലും സ്ത്രീക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ സെക്ഷൽ പവർ കൂട്ടുക, ഇറക്ടൈൽ പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ സെമൻ കൗണ്ട് കൂട്ടുക, മോട്ടിലിറ്റി പവർ കൂട്ടുക, അങ്ങനെ കുറേ പുരുഷ ഹോർമോണുമായി ബന്ധപ്പെട്ട സെക്സുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത്. പക്ഷേ ഇതിനൊരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ശരിക്കും പറയാം മലപ്പുറത്ത് തന്നെയാണ് നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയത്. ഇത് ചവച്ചിറക്കണം. ഇപ്പോൾ ഒരാള് ഇത് വേണം, അത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസം കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇതൊരു 20 ഗ്രാം തിന്ന് പാലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളമോ കുടിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൻ്റെ സെയിൽസ് കിട്ടിക്കൊടുക്കുന്ന സ്ഥലം മലപ്പുറമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു തങ്ങൾ ഏതെങ്കിലും പോർമ്മയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ക്യാപ്സൂൾ ആക്കാമെങ്കിൽ, അങ്ങനെ ഇപ്പം നമ്മൾ ക്യാപ്സൂൾ ആക്കിയതാണ് ഈ കാണുന്നത്. അത് ദിവസവും രാവിലെ 2 എണ്ണവും രാത്രി 2 എണ്ണം വെച്ചാൽ 1 വർഷം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. അതിനൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ 1 വർഷം ഒരു പുരുഷനെ സംബന്ധിച്ചാലും സ്ത്രീയെ സംബന്ധിച്ചാലും സെക്സുമായി ബന്ധപ്പെട്ട്, സെക്ഷൽ പവറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എനർജി ബൂസ്റ്റ് ചെയ്യാൻ മറ്റൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതിൽ വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ നിലപ്പനയും ഒക്കെ തന്നെയാണ്. പക്ഷെ ആദ്യം നമ്മൾ ശിലാജിത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കന്മതം അത് ചേരുന്നുണ്ട്, അതിൽ തങ്കഭസ്മം ചേരുന്നുണ്ട്, കുമ്പളങ്ങ അല്ലെ, ഇവിടെ എന്താണ് പറയുന്നത്, കുമ്പളങ്ങ അത് ചേരുന്നുണ്ട്. അതുപോലെ തണ്ണിമത്തന്റെ പ്രത്യേകത നമുക്കറിയാമോ? തണ്ണിമത്തൻ നമ്മൾ സാധാരണ ആ ചുവപ്പാണ് തിന്നുന്നത് അല്ലേ. അതിലൊരു വെള്ളമുണ്ട്, ആ പച്ച തൊലിക്കും ചുവപ്പിനും ഇടയ്ക്ക് വെള്ളമുണ്ട്. പക്ഷെ അത് നമ്മളാരും കഴിക്കാറില്ല. തണ്ണിമത്തൻ്റെ ഏറ്റവും ഗുണമുള്ളൊരു സാധനം കുരുവും, അത് കഴിഞ്ഞാൽ ആ വെളുത്ത ഭാഗം. കാര്യം അതിന് നമ്മുടെ ശരീരത്തിൽ അത് കഴിക്കുകയാണെങ്കിൽ നൈട്രസ് ഓക്സൈഡ് എന്നൊരു ഇതുണ്ടാക്കാനുള്ള, ഏജൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നൈട്രസ് ഓക്സൈഡിന്റെ പ്രത്യേകത ബ്ലഡ് സപ്ലൈ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും രക്ത ഓട്ടം കുറയുമ്പോഴാണ് പൊതുവിൽ സെൽസ് നശിക്കാനിടയാവുന്നത്, അല്ലെങ്കിൽ പലതരം അസുഖങ്ങളും വരാനിടയാക്കുന്നത്. അത് ഹാർട്ടിലോട്ട് രക്ത ഓട്ടം കുറയുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവാം, അങ്ങനെ കാർഡിയാക് ബ്ലോക്ക് വരും. തലച്ചോറിലോട്ടാണെങ്കിൽ പരാലിസിസോ പാർക്കിൻസണോ അടക്കമുള്ള സ്ട്രോക്ക് പോലുള്ള വിഷയങ്ങൾ വരാം. അല്ലെങ്കിൽ കിഡ്നിയിലായാലും സ്പ്ലീനായാലും എവിടെയായാലും ബ്ലഡ് സപ്ലൈ കുറയുമ്പോഴാണ് പലപ്പോഴും ഇൻഫ്ലമേഷൻ അടക്കമുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തണ്ണിമത്തന്റെ കുരു, കുമ്പളങ്ങയുടെ കുരു ഇവിടെ ചേർത്തിട്ടുള്ളത് തന്നെ നൈട്രസ് ഓക്സൈഡ് ഉണ്ടാക്കാനും രക്ത ഓട്ടം കൂട്ടാനും അത് ഭയങ്കരമായി സഹായിക്കും. അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ പുരുഷന്മാരെ സംബന്ധിച്ചുണ്ടാവുന്ന ഇറക്ടൈൽ പൈഡി കംപ്ലൈന്റ് എന്ന് പറയും, ഇറക്ടൈൽ ഡിസീസ്, അതിന് ഏറ്റവും നല്ല സാധനം ഇത്. ഞാൻ നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. അത്രയ്ക്ക് എഫക്റ്റീവാണ്, വളരെയധികം. ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ഒരു പുരുഷനെ സംബന്ധിച്ച്, സ്ത്രീയെ സംബന്ധിച്ച് 8-9 വർഷമായി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ ചികിത്സയും ചെയ്തു. നിങ്ങൾ കൊണ്ടുപോയി എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എവിടെ ആരെങ്കിലും വിളിക്ക്, ഞാൻ സംസാരിക്കാം അവരുടെ അടുത്ത്, ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്. കാര്യം ഇപ്പം ചില വെരിക്കോസിൻ്റെ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ മറ്റും നമ്മൾ അറിയപ്പെടാത്ത ചില കാരണങ്ങളുണ്ടാവാം. അതൊക്കെ ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സൂളാണ്, പ്രോഡക്റ്റാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെയിൽസ് ആയി വരുന്ന ഒരു ക്യാപ്സൂളും കൂടിയാണത്. അപ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ മാത്രമല്ല വലിയ പ്രത്യേകത, സെക്സ് കംപ്ലൈൻറ്റിന് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ ഒരു സ്പോർട്സ്മാൻ ഉണ്ട്, ശരിക്കും റിലേ ഓടുന്ന ഒരാൾ, അല്ലെങ്കിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ഉണ്ട്. അദ്ദേഹത്തിന് ഇത് വേണമെന്ന് കണ്ടാൽ അദ്ദേഹത്തിന് എങ്ങനെയെന്ന് അറിയാമോ? ദിവസവും രാവിലെ അത് 2 എണ്ണം, അതിന് നിയന്ത്രണമൊന്നുമില്ല, 2 എണ്ണം ദിവസവും രാവിലെ കഴിച്ചുകൊണ്ടിരുന്നത്. 1.5 മണിക്കൂർ ഒരാൾ ട്രെഡ്മില്ലിൽ ഓടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഒരാൾ ശരിക്കും റോഡിലൂടെ ഓടാൻ പറ്റുന്ന ആൾ നമ്മൾ ഈ ക്യാപ്സൂൾ കഴിച്ചു കഴിഞ്ഞാൽ അത് 2-2.5 മണിക്കൂർ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവാണ്. സ്ത്രീകളെ സംബന്ധിച്ച് 45 വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാം മെൻസസുമായി ബന്ധപ്പെട്ട് മെനപ്പോസൽ പീരീഡ് എന്ന് പറയാം. ആ സമയത്തുണ്ടാകുന്ന ഒത്തിരി കംപ്ലൈൻ്റ് ഉണ്ട്. അതിന് ഏറ്റവും നല്ല സാധനം, ഒരുപാട് കംപ്ലൈൻറ്റ്സ് അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് കംപ്ലൈൻറ്റ്സ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതേപോലെ നമുക്കുണ്ട് PCOD ഇല്ലാത്ത വീടുണ്ടാവില്ല. ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ
സാധനം എൻ്റെയൊക്കെ പ്രായത്തിൽ 12-14 വയസ്സിലൊക്കെയാണ് മെൻസസ് ആകുന്നത്. പക്ഷെ ഇന്ന് 6 വയസ്സാകുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ആവാൻ തുടങ്ങും, ഹോർമോൺസ് ഡെവലപ്പ് ആവാൻ തുടങ്ങും. ആ സമയം വരെ ആ കുട്ടിക്ക് അസുഖങ്ങൾ ബാധിക്കാനും തുടങ്ങും. PCOD ഇല്ലാത്ത കുട്ടികളുണ്ടാവില്ല, ആ ഗ്യാരണ്ടീഡാണ്. ഇത് പേപ്പർ കോട്ടിംഗ് ഉള്ള പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള നാപ്കിനാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിലൊരു സ്ട്രിപ്പുണ്ട്, ഒരു അനിയോൺ സ്ട്രിപ്പ് ഉണ്ട്, നെഗറ്റീവ് ആറ്റം ഉള്ള. ഇത് ആ ഭാഗം എപ്പോഴും ഡ്രൈ ആയിരിക്കാനും ആൻറ്റി ഫംഗൽ ഉണ്ടാകാൻ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ ഇത് പര്യാപ്തമാണ്. മാത്രമല്ല ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് നശിപ്പിക്കാൻ എളുപ്പം. കീറി നിങ്ങൾ ക്ലോസറ്റ് ഇട്ടാലും 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിയുമ്പോൾ അത് വെള്ളത്തിൽ ലയിച്ചു പോകും. പ്ലാസ്റ്റിക് ആണെങ്കിലോ നമ്മളിപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത് പ്ലാസ്റ്റിക് എടുപ്പിക്കുക അല്ലേ. ഇനി മറ്റൊന്ന്, ഇതിനകത്ത് ജെല്ലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ആ ജെല്ല് ശരിക്കും പറഞ്ഞാൽ 10 മണിക്കൂർ ബ്ലഡ് അബ്സോർവ് ചെയ്യാൻ കഴിവുള്ള ജെല്ലാണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല അത് റയോൺസ് അല്ല, ബാക്കി ഏത് നിങ്ങൾ എടുത്തു നോക്ക് അതിനകത്തൊക്കെ റയോൺസ് ആയിരിക്കും, കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ജെല്ല. ഇത് നമ്മുടെ ചെടികളുടെ പൾപ്പാണ്, പച്ചയാണ്. നമ്മൾ ക്ലോറോഫിൽ എന്ന് പറഞ്ഞതാണ്, അതിൻ്റെ മെഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അത്തരത്തിലുണ്ടാകാവുന്ന 90% അസുഖങ്ങൾ പ്രതിരോധിക്കാൻ ഈ PCOD അടക്കം, സിസ്റ്റ് അടക്കം, ഓവേറിയൻ സിസ്റ്റ് മാത്രമല്ല യൂട്രസിനകത്തുണ്ടാകുന്ന സിസ്റ്റ് അടക്കം, നേരത്തെ ഡിസ്മെനോറിയ അടക്കമുള്ള അസുഖങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ നമ്മളെ കമ്പനി ഇറക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ ഇതുണ്ട്, നമുക്ക് സോപ്പുണ്ട്, TFF 83 80 പറഞ്ഞാൽ മതി, 80ഓളം, 80 പറഞ്ഞാൽ 83 80 പറഞ്ഞ സോപ്പുണ്ട് നമുക്ക്. അക്ഷരാർത്ഥത്തിൻ്റെ ബ്യൂട്ടി സോപ്പാണ്. നമ്മുടെ അതിൽ ഒന്ന് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നത് ചന്ദനത്തിൻ്റെ സോപ്പാണ്, ഇല്ല പപ്പായ സോപ്പാണ്. പപ്പായ സോപ്പിൻ്റെ പ്രത്യേകം നമുക്കറിയാം, നിങ്ങളൊക്കെ നെറ്റിൽ വാങ്ങുന്നതും ഒക്കെ പുരുഷനും സ്ത്രീക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പപ്പായ സോപ്പ്. ബ്യൂട്ടി എങ്ങനെയാണോ നിങ്ങൾ ഫേഷ്യൽ ചെയ്താൽ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവും, ആ ഫേഷ്യൽ ചെയ്താൽ കിട്ടുന്ന അതേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പപ്പായ സോപ്പ്. അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന അലോവേര സോപ്പ് സ്ത്രീക്കും പുരുഷനും ഒന്നുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ നഖം കൊണ്ട് മോക്കുരു പൊട്ടിക്കാറുണ്ട് അല്ലേ, അങ്ങനെ ഉണ്ടാകുന്ന മാർക്ക്, അല്ലെങ്കിൽ കൈ കൊണ്ട് നഖം കൊണ്ട് ഒക്കെ മുറിയുന്ന മുറിവ്, പുരുഷന്മാരെ സംബന്ധിച്ച് ഷേവ് ചെയ്യുമ്പോൾ അലർജി ഉണ്ടാവും, കുരു ഉണ്ടാവും. ആ കുരു, ആ ഷേവിങ് അലർജി മാറ്റാനൊക്കെ പര്യാപ്തമായ സോപ്പാണ് നമ്മുടെ അലോവേര സോപ്പ്. പിന്നെ ഉള്ളത് ചന്ദനമാണ്. ചന്ദനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഇങ്ങനെ ഇവിടെ നമ്മൾ ചന്ദനക്കുറി ഇടാറുണ്ട്. കാര്യം വെച്ചാൽ ഈ മസ്തകത്തിൽ ചന്ദനക്കുറി ഇടുമ്പോൾ അവിടെ വന്നു പോകുന്ന സെക്കൻഡുകൾ വരുന്ന രക്തം മുഴുവൻ തണുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശരീരത്തിന് അമിതമായ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിന് ചൂട് കൂടുമ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ തുടങ്ങും. ലുക്കോറിയ അടക്കമുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യം ശരീരത്തിൽ ചൂടാണ്. ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് ബാലൻസ് ചെയ്യാൻ പുരുഷനും സ്ത്രീക്കും ഒന്നുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സോപ്പാണ് നമ്മുടെ ചന്ദന സോപ്പ്. അതേപോലെ മഞ്ഞളിൻ്റെ സോപ്പുണ്ട് നമുക്ക്. സാധാരണ കൊച്ചുകുട്ടികൾക്ക് മണ്ണം വരുമ്പോൾ, മീസിൽസ് അത് വരുമ്പോൾ, അല്ലെങ്കിൽ ചിക്കൻ പോക്സ് വരുമ്പോൾ ഒക്കെ നമ്മൾ പറയാറുണ്ട് മഞ്ഞളും വേപ്പിലയും കൂടെ അരച്ചു പുരട്ടി കുളിക്കാൻ പറ്റും. അപ്പം മഞ്ഞൾ ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട്, ആൻറ്റി ഫംഗൽ ആയതുകൊണ്ട്, ആൻറ്റി വൈറൽ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ ആവി പിടിക്കാറുണ്ട് അല്ലേ. കൊറോണയൊക്കെ വന്ന സമയത്ത് എല്ലാവരും ചെയ്ത കാര്യമാണ്, മഞ്ഞപ്പൊടി പാല് കുടിച്ചു. ഈ മഞ്ഞൾ സോപ്പ് അതുകൊണ്ട് തന്നെ ഒരു മുറിവുണ്ടായാൽ നിങ്ങൾക്ക് മുറിവിൽ വെച്ച് കെട്ടിയാൽ ആൻറ്റിബയോട്ടിക് എഫക്റ്റ് കൊണ്ട് കഴിക്കാൻ പറ്റും. അത്ര എഫക്റ്റീവാണ് നമ്മുടെ സോപ്പ്. അതേപോലെ നമുക്ക് പേസ്റ്റ് ഉണ്ട്. ഈ പേസ്റ്റിൻ്റെ പ്രത്യേകത, നമ്മളെല്ലാം പല്ല് തേക്കും അല്ലേ. നമ്മൾ പല്ലേക്ക് നമുക്കൊരു സുഖത്തിന് വേണ്ടിയാണ് തേക്കുന്നത്. അത് എത്ര സമയം എന്ന് വെച്ചാൽ ഇല്ല, നമുക്ക് മതിയിൽ തുറന്ന് കയറി തേക്കും. പക്ഷെ അവൻ എന്താണ് നേട്ടം, ഞാനൊരു കമ്പനിയുടെ പേര് പറയുന്നത് ശരിയല്ല, അവരുടെ പേര് പറയുന്നില്ല. ആ പേസ്റ്റ് നിങ്ങൾ ഫെമിലിയറാണ്, എന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. അതിൽ എഴുതിയേക്കും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും പേസ്റ്റ് കച്ചവടം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ക്ഷമിക്കണം, പരാതിക്കാൻ നിർവാഹമില്ല, പക്ഷേ എഴുതിയേക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ 1.5 വയസ്സായി പാൽപ്പല്ലൊക്കെ വന്ന് അങ്ങോട്ട് കടവായിൽ പല്ല് വരാൻ തുടങ്ങുമ്പം നമ്മൾ ഇത്ര നീളത്തൊരു ബ്രഷ് വാങ്ങിക്കും, അതിൽ നിറയെ പേസ്റ്റും വെച്ച്, കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, സോറി പേര് പറഞ്ഞു അല്ലേ, ആ പേസ്റ്റും വെച്ച് നമ്മളത് കൊടുക്കും, തേക്കാൻ പറയും അല്ലേ. ആ പേസ്റ്റ് തേച്ച് അവസാനം അതേ കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ വീണ്ടും വാങ്ങും പോടടയ്ക്കാൻ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ കമ്പനിയുടെ വേറെ ഉൽപ്പന്നം നമ്മൾ വാങ്ങും റൂട്ട് കനാൽ ചെയ്യാൻ. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ അതേ കമ്പനിയുടെ വേറെ വാങ്ങിച്ചിട്ട് നമ്മൾ പുതിയ പല്ല് വയ്ക്കും. ഇവിടെ വായ്നാറ്റം വരാതിരിക്കാൻ, മോണപ്പഴുപ്പ് വരാതിരിക്കാൻ, പല്ല് ആടുന്നുവെങ്കിൽ അത് ഉറയ്ക്കാൻ, നേരത്തെ പറഞ്ഞ മോണപ്പഴുപ്പ് അത് വരാതെ നോക്കാൻ,
സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ അത് വരാതെ നോക്കാൻ, ടോൺസിൽസ് ഉണ്ടെങ്കിൽ അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവാതിരിക്കാൻ നമുക്കൊരു പേസ്റ്റ് ഉപയോഗിക്കാമെങ്കിലോ? ഒന്നുമില്ല. അതിൽ മിക്കരി, കരിയാമ്പു, പുതിന, ഉപ്പ്, പാറ പൊടിച്ചത്, നല്ല മുളക് അല്ലെങ്കിൽ പെപ്പർ നിങ്ങൾക്കറിയാം, അതേപോലെ പിന്നെ മാവ്, വേപ്പ്, ഇത്രയും സാധനങ്ങൾ പ്രധാനപ്പെട്ടത്. ബാക്കി കുറച്ച് അങ്ങാടി വരുന്നതാണ്. ഇതാണ് നമ്മുടെ പേസ്റ്റ്. ആലോചിച്ച് ഒരു പേസ്റ്റ് തേച്ചാൽ പല്ലിൽ പോട് വരാതിരിക്കുമെങ്കിൽ, പോടുണ്ടെങ്കിൽ വേദന മാറ്റാൻ പറ്റുമെങ്കിൽ, പല്ല് പുളിപ്പ് ഒഴിവാക്കാം. നിങ്ങളൊക്കെ സെൻസോഡാമിൻ്റെ പരസ്യമുണ്ട്. ആ സെൻസോഡാമിൽ പറയുന്നതിൻ്റെ 10 ഇരട്ടി എഫക്റ്റാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇവിടെ പേസ്റ്റിന് വേണ്ടി അടിവിടുന്ന ഒരാളുണ്ട് ഫ്രണ്ടിൽ. ഇല്ലെങ്കിൽ പറ, 10 പേസ്റ്റിൻ്റെ പൈസ തിരിച്ചു തരാം. അത്ര എഫക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഹെൽത്ത് കെയർ പ്രോഡക്റ്റുമായിട്ടാണ് നമ്മുടെ കമ്പനി വന്നിട്ടുള്ളത്. അത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പറഞ്ഞത്. പക്ഷേ എനിക്ക് തൊണ്ടയിൽ ഒരുമാതിരി ആയതുകൊണ്ട് ഞാൻ നിർത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ് നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റുകൾ വേറൊരു ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പനി തുടങ്ങിയ സമയത്ത് ചിന്തിച്ചത് വെച്ചാൽ ആയുർവേദം എത്രത്തോളം പുറത്തെത്തിക്കാമോ അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തുടങ്ങിയ പ്രോഡക്റ്റ് ആധികാരികമായി വ്യവസ്ഥാപിതമായി തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്, ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. ഒരുപാട് ഡോക്ടർമാർ, അലോപ്പതി ഡോക്ടർമാർ, ഹോമിയോ ഡോക്ടർമാർ, ആയുർവേദ ഡോക്ടർമാരൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാക്കയിലൊക്കെ പരിചയമുള്ളവരുണ്ടെങ്കിൽ കാണും. ഡോക്ടർ സജീദ് റേഡിയോളജിയിൽ അവിടുത്തെ ഹെഡായിരുന്നു. 6 മുതൽ റിട്ടയർ ചെയ്തു. എൻ്റെ ഒരു അനുജൻ്റെ സ്ഥാനത്താണ്. മെഡിക്കൽ കോളേജ് അവിടെ RCC ഉണ്ടായ സമയത്ത് ഞാനിത് കൊണ്ടു കൊടുത്തപ്പോൾ എന്നെ അണ്ണാന്നാണ് വിളിക്കുന്നത്. കാര്യം വെച്ചാൽ എൻ്റെ ക്ലിനിക്ക് വന്നിരുന്ന് പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. അത് അത്രയും ബന്ധമുണ്ട്. അപ്പോൾ അണ്ണാന്ന് പറയാം. അണ്ണാ ഞാൻ ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കാം, എൻ്റെ പേഴ്സണലായിട്ടുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സജീദ് അന്നേ അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് സജിൻ്റെ വീട്ടിൽ ഇപ്പം ചെന്നാലും 25 ബോട്ടിൽ കോച്ചിങ്. എന്തെന്നറിയാമോ? ഏറ്റവും വലിയ ആൻറ്റി ക്യാൻസർസ്. ഇപ്പോൾ സജീദിന് RCCയിലെ ഒരു പ്രൊഫസറായിരുന്നു. സജീദിനെ പോലുള്ള ഡോക്ടർമാർ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ, ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, കോട്ടയം മെഡിക്കൽ കോളേജിലെ എബ്രഹാം ഡോക്ടർ ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, കാനഡയിലോട്ട് ദിവസവും എല്ലാ മാസത്തിലും 45-50 എണ്ണ ഇവിടുന്ന് കയറ്റി അയക്കാൻ പറ്റുമെങ്കിൽ, ഈ പ്രോഡക്റ്റിൻ്റെ മഹത്വം കൊണ്ട് ഇന്ത്യക്ക് പുറത്ത് നേപ്പാളിലും ഭൂട്ടാനിലും അടക്കണ്ട ഹോങ്കോങ്ങിലാകാൻ പോകുന്നുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയ്ക്ക് മഹത്തരമാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് നിങ്ങളെ ഇഷ്ടം. പക്ഷേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇവിടെ അസുഖമുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ ഇരിക്കുന്നത്? സോറി, ഉള്ളവർ എന്ന് ചോദിക്കുന്നത് ഇല്ലാത്തവരെന്ന് ചോദിക്കാതിരിക്കുന്നത് അല്ലേ? ആരും ഉണ്ടാവില്ല. തോന്നും എനിക്ക് ഒരു അസുഖം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ നമ്മൾ നാളെ രാവിലെ പോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം അസുഖങ്ങളുണ്ട്. നമ്മൾ ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഷുഗർ ഉണ്ടോ, ട്രൈഗ്ലിസറൈഡ് ഉണ്ടോ, അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അറിയാൻ നോക്കും. ആരുമില്ല. പക്ഷേ ഇതൊക്കെ കഠിനമാവാതിരിക്കാൻ, കലശലാവാതിരിക്കാൻ നമുക്ക് ഇപ്പോഴേ അത് നിയന്ത്രിക്കാൻ പറ്റും. അതിന് ഓച്ചമറായി നല്ലതാണ്. നിങ്ങളെ എനർജി നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് റിലേറ്റഡ് നല്ലതാണ്. നിങ്ങൾക്ക് സോപ്പ് നിങ്ങളുടെ ശരീരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ വരാതിരിക്കാനും വന്നാൽ അത് സോറിയാസിസിന് പോലും നമ്മളെ മഞ്ഞൾ സോപ്പ് ഉപയോഗിക്കാൻ പറ്റും. അത്ര എഫക്റ്റീവാണ്. സാധാരണ സോറിയാസിസ് വരുന്നവർ അല്ലെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നവർ ഡോക്ടർമാർ പറയുന്നത് സോപ്പ് തയ്ക്കാനേ പാടില്ലെന്ന്. പക്ഷെ ഞാൻ ഗ്യാരണ്ടി തരാം, സോറിയാസിസ് ആയാലും ഈ തുളയിടിക്കൽ കക്ഷത്തൊക്കെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആയാലും നമ്മുടെ മഞ്ഞൾ സോപ്പ് തേച്ചാൽ അത് മാറ്റാൻ പറ്റും. അത്ര എഫക്റ്റീവാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് നമുക്കുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരേ സമയം ഇതിന് ഒരുപാട് തരത്തിലുള്ള ഗുണമുണ്ട്. അത് നിങ്ങളുടെ ആരോഗ്യം. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് തിരുവനന്തപുരത്ത് ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജ്, ഒന്നല്ല 3 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അദ്ദേഹത്തിന്. ഒരുപാട് ബാറുണ്ട്, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മുമ്പ് TV-യിലൊക്കെ ഒരു 3-4 വർഷം മുമ്പ് സ്ഥിരം കാണുന്ന ഒരാളായിരുന്നു. ഒരു ചെറിയ കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത സുഹൃത്താണ്. ശരിക്കും കാശുണ്ട്, സമ്പത്തുണ്ട് അല്ലേ? 3 എഞ്ചിനീയറിംഗ് കോളേജ്. അദ്ദേഹം പാലക്കാട് മെഡിക്കൽ കോളേജൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഹോട്ടലുണ്ട്, രാജധാനി ഗ്രൂപ്പ്സ് എന്ന് പറയും. അപ്പോൾ ബാക്കി പേരെ ആശുപത്രി. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസിങ്. അവശ്യ ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ കാര്യം പറഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും ജോലിയുണ്ട് അല്ലേ? എനിക്കും ജോലിയുണ്ട്. ഞാനും ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ ഞാൻ വേറെ ഡോക്ടർമാരെയൊക്കെ ഇപ്പോൾ എൻ്റെ മകളുടെ ഡോക്ടറാണ് അവിടെ ഇരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഈ വഴിക്കാൻ. എന്തെന്നറിയാമോ? അതിന്
ഒരുപാട് ഗുണം. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ 9 പേരെ മുറിക്കണമെന്ന് പറഞ്ഞ് കാല് മുറിക്കണ്ട എന്ന് പറയിച്ച് അവരെ കൊണ്ട് തൊഴിലുറപ്പിന് പോയിക്കാൻ എനിക്ക് പറ്റിയില്ല. ഫസ്റ്റും സെക്കൻഡും സ്റ്റേജ് ക്യാൻസർ പേഷ്യൻസിന് ഒന്നും വേണ്ട, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന ഡോക്ടർമാരെ കൊണ്ട്, ഈ പറഞ്ഞ സജിതിനെ പോലെയുള്ള RCCയിലെ ഡോക്ടർമാരെ കൊണ്ട് തിരിച്ചു പറയിക്കാൻ പറ്റിയെങ്കിൽ കുട്ടികളുണ്ടാവില്ല. 8ഉം 10ഉം വർഷമായി ഇനി കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞവരെ കുട്ടികളുടെ നൂലുകെട്ടിന് എനിക്ക് പോയി ശ്രദ്ധിക്കാൻ പറ്റിയെങ്കിൽ അത് ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. എൻ്റെ ഗുരുത്വം കൂടി, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് നൽകുന്ന പ്രാർത്ഥനയാണ്. അപ്പം അതാണ് അവിശ്വാ ഗ്ലോബലിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത. അപ്പം അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ നിസ്സാരം, അത് ബിബിൻ സാറ് പറയേണ്ടതാണ്, എന്നാലും ഞാൻ പറയാണ്, നിസ്സാരം നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്, നമുക്ക് കിട്ടുന്ന വിലയ്ക്കായിരിക്കില്ല നമ്മൾ പുറത്ത് കൊടുക്കുന്നത്, അല്ലേ? അതിനൊരു വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഇവിടെ നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റും. 125 രൂപയ്ക്ക് കിട്ടുന്ന നാപ്കിൻ, ഞാൻ ഇന്ന് ആ മോളിവിടെ വന്നിട്ടില്ല, അവരോട് പറഞ്ഞൊരു കേസാണ്, അത് കേൾക്കാൻ വേണ്ടി തന്നെ അവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ചെറിയ അത്യാവശ്യമായിട്ട് വന്നില്ല. നാപ്കിൻ 125 രൂപയ്ക്ക് എനിക്ക് കിട്ടുമെങ്കിൽ എനിക്ക് 175 രൂപയ്ക്ക് അത് പുറത്ത് വിൽക്കാം. നിങ്ങൾ ആലോചിച്ച്, അവളെ കൂടെ പഠിക്കുന്ന കുറേ സ്റ്റുഡൻസിന് ഇത് വേണം. കാരണം PCOD ഉള്ള കുട്ടികൾ അടക്കമുള്ള ഒത്തിരി കുട്ടികൾ അവിടെ കൂടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടിക്കൊരു വരുമാന മാർഗമാണ്. അപ്പോൾ ഒരേ സമയം നമ്മുടെ കമ്പനി പറയുന്ന അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മുടക്കുമുതലും ഇല്ലാതെ സ്വന്തം ആരോഗ്യം നിലനിർത്തിക്കൊണ്ട്, സ്വന്തം ആരോഗ്യത്തിനെ പരിപോഷപ്പെടുത്തിക്കൊണ്ട് ഒരേ സമയം സമ്പത്തും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഒന്നിനും ഒരു വീഴ്ചയില്ലാതെ ആരോഗ്യം ഉള്ളതിൻ്റെ കൂടെ തന്നെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. സമ്പത്ത് ഉണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യമാണ് ആവശ്യമെങ്കിൽ അത് കൊടുക്കാനും കമ്പനി തയ്യാറാണ്. അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കമ്പനി ഫോം ചെയ്ത് നമ്മൾ ഇതുവരെ എത്തിയത്. ഈ കഴിഞ്ഞ 4 വർഷമായി ചെയ്ത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് കണ്ടു, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. ഞാനും അതും കൂടി പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റർ കാര്യമൊക്കെ ആയിട്ട് പോവാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചത് ഹോമിയോപ്പതിയാണ്. എറണാകുളത്തുനിന്ന് 1 വർഷം അവിടെ പഠിച്ചിട്ട് അക്യൂപഞ്ചർ പഠിച്ചു. എൻ്റെ കുടുംബം ഞാൻ പറഞ്ഞത്, എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ അടക്കം ഞങ്ങളുടെ കുടുംബത്തിൽ ആൾറെഡി ഇപ്പോൾ തന്നെ 13 ആയുർവേദക്കാരും 4 ഹോമിയോ ഡോക്ടർമാർ, 9 അലോപ്പതി ഡോക്ടർമാരുള്ള വീടാണ്. എത്ര പേരുണ്ടെന്നപ്പോൾ നിങ്ങൾ ആലോചിച്ചത്? ഒരു കുടുംബമായിരുന്നു. അത്രയും ആയുർവേദ കുടുംബത്തിൽ ഞങ്ങളുടെ പഞ്ചകർമ്മ സംഘം ഉദ്ഘാടനം ചെയ്ത അന്നത്തെ ആരോഗ്യമന്ത്രി രാമേന്ദ്രൻ നായരും നമ്മുടെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായി ചെയ്യുന്നു. പക്ഷേ ഇത്രയൊക്കെ ഉള്ള ഞാൻ ഗോവയിൽ പറഞ്ഞു കഴിച്ചിട്ടുള്ളൂ, ഗോവയെക്കുറിച്ച് പോയിട്ടില്ല. പക്ഷെ നമ്മുടെ കമ്പനി അനുസരിച്ച് എനിക്ക് 4 തവണ, നിങ്ങളിവിടെ കണ്ടാണ്, 4 തവണ എനിക്ക് ഗോവയിൽ പോകാൻ പറ്റും. 23 വർഷത്തിന് മുമ്പ് പാസ്പോർട്ട് എടുത്ത് വെച്ചാൽ എങ്ങനെയാണ് സീല് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ മലേഷ്യയിൽ പോയി, ഈ പറഞ്ഞ ഗോവയിൽ പോയി, തായ്ലൻഡിൽ പോയി, ഇപ്പോൾ വരുന്ന ഏപ്രിലിൽ ഞങ്ങൾ ദുബായി പോകാൻ പോകുന്ന കമ്പനി, സെപ്റ്റംബറിൽ ഞങ്ങൾ വിയറ്റ്നാമിൽ പോകുന്നു. ഇതൊക്കെ നേടാൻ പറ്റിയെങ്കിൽ അത് അവിശ്വാ ഗ്ലോബലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരേ സമയം ആഹ്ലാദം, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ വെറും സ്വപ്നങ്ങളായി വലിച്ചു വയ്ക്കാതെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരേ സമയം സമ്പത്തും അതേപോലെ ആരോഗ്യവും. എനിക്ക് എത്ര വയസ്സായി എന്ന് നിങ്ങൾക്ക് അറിയാമോ? 74. വെരി ഗുഡ്. എനിക്ക് 47 ആയുള്ളൂ. സാർ അത് തിരിച്ചു പറഞ്ഞത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 ദിവസമായി. ഈ 4 ദിവസവും ഞാൻ കഴിക്കുന്നത് രാവിലെ ഓച്ചിമറായും രാത്രി റെഡറ്റ് ചെയ്യും. എനിക്കറിയാം, എൻ്റെ 2 പ്രാവശ്യം അറ്റാക്ക് വന്ന് 5 പ്രാവശ്യം ചെയ്ത ആളാണ് ഞാൻ. അതിന് ശേഷം ഞാൻ ഹിമാലയത്തിലേക്ക് പോയി, കൈലാസത്തിലേക്ക് പോയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ ശരിക്കും നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രം മതി. പക്ഷെ ഇന്ന് അത് കിട്ടാറില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഈ രൂപത്തിലാക്കിയത്. അപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. ഒരേ സമയം സമ്പത്തും ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും മേലിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ വരുമ്പോൾ നമുക്ക് കൂട്ടായിട്ടിരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് റൗണ്ടപ്പ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഞാനിന്നൊന്നും പറഞ്ഞില്ല, പറയാൻ ഒക്കണ ഒരു സാഹചര്യത്തിലല്ല ഞാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന സമയങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.